ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പെരുന്നാൾ തലേന്നത്തെയും പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെയും കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഈ ഒരു വ്ലോഗിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ മൈലാഞ്ചേട്ടൽ പരിപാടിയിലാണ്. അപ്പോൾ റുവ ബേബിക്ക് ഇതേ ഉറങ്ങണ ടൈമിൽ കാലിലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഒരു കയ്യിൽ ഇങ്ങനെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് വരച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതേ മോത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോത്തിക്കും സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞ കാരണം രണ്ട് സൈഡിലും ഫ്ലവറായിട്ട് ഇങ്ങനെ കുഞ്ഞ് ഡിസൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ ഇറാനി പോളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ താത്താടെ അവിടെ പോയിട്ട് ഒന്നിച്ചാണ് നോമ്പ് തുറക്കണം. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ കഴിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബട്ടർ പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ പിന്നെ എല്ലാവരും ടേബിളിൽ നമ്മളുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്യുന്നൊക്കെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കലാണ് കേട്ടോ. അപ്പോൾ അളിയൻ്റെ സിസ്റ്ററിൻ്റെ മോളും ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടിയും ഒന്നിച്ച് എല്ലാവരും ഇരുന്നിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് പൊരിച്ച കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോയത് മാത്രമല്ലാണ്ട് തന്നെ പിന്നെ മുളക് ബജി, ഉള്ളി ബജി, സമൂസ, പിന്നെ കുമ്പളങ്ങ പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസ്, ഫ്രൂട്ട് സലാഡ്, പുഡിങ്, അങ്ങനെ അതൊക്കെ കൂടി ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടി നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ നിസ്കരിക്കാനും ഓതാനൊക്കെ ആയിട്ട് പോയി. ആ ഒരു ടൈമിലാണ് താത്ത പറഞ്ഞത് ഒരു കുട്ടി കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അതെടുത്ത്. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്തിട്ട് അതും കൂടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഐൻ ബേബി ഇതേ ഇവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ചിയാമോൻ്റെ ടോയ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയിലാണ്. റുവായുടെ ഉടുപ്പ് കണ്ട നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. റുവാക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പിലുള്ള ഉടുപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇടലൊക്കെ ഭയങ്കര കുറവല്ലേ. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഉമ്മ വരുമ്പോൾ വീട്ടിൽ നിന്ന് അവരെടുത്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ഡ്രസ്സായിരുന്നു. അതിൻ്റെ കൈയിൻ്റെ ഒക്കെ മോഡലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഒരു ജീൻസ് ടൈപ്പാണ് കേട്ടോ, അധികം കട്ടിയില്ലാത്ത. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തന്നതാണേ. പിന്നെ ഇത് ഓരോരുത്തർ വരുമ്പോൾ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. ഹായ് റുവാക്ക്, ഇത് ചെയ്യാൻ മതി. അത് ഓപ്പൺ ആക്കി നോക്ക്. ഗിഫ്റ്റിൽ എന്താ നോക്കാം റുവ ബേബിക്ക്. എന്താണത്? എന്തൊക്കെ സാധനങ്ങളാ തന്നേക്കണേ ചെയ്യാൻ മതി. ഫിഷ് ഉണ്ടാ? നല്ല ഭംഗിട്ടാ. നോക്കിറോ. അപ്പൊ എന്നെയാണ് കേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കണം. ഇനി എന്താ? ഹായ് റുവാക്ക, ഐ ലവ് യു തന്നേക്കണ ചെയ്യാൻ മതി. നീ ചെയ്യാൻ മതി. ഇതോട് താങ്ക് യു പറ. താങ്ക് യു പറഞ്ഞേ. അങ്ങനെ പറയാ. പാത്തും അൻഷിഫും കൂടിയിട്ട് ഇവർക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടത്. അപ്പോൾ ഇതേ ഐൻ ബേബിക്ക് ഇങ്ങനെ ഡ്രസ്സുകളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സെറ്റായിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ ഇതേ റുവ ബേബിക്കും ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഈദിന് എല്ലാവർക്കും മാച്ചായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റുവ ബേബിക്ക് ഇത് കണ്ടപ്പോൾ നമ്മളായിട്ട് മാച്ചിങ് ആണെന്ന് തോന്നിയിട്ട് അപ്പോൾ ഇതാണ് റുവാക്ക് നാളെ ഈദ് ഡ്രസ്സായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇതേ ഞങ്ങളുടെ ഈ ഫോട്ടോസൊക്കെ കണ്ടില്ലേ പ്രിൻ്റ് എടുത്തിട്ട്, അത് ഇതേ ചിയാമൂക്ക് അവർ കൊടുത്തതാണ് കേട്ടോ ഈ ഒരു ക്യാമറ DIY. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും.
അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുമായിരുന്നു. പിന്നെ ഇത് മൈലാഞ്ചിടൽ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കൽ പരിപാടിയിലാണ്. അപ്പോൾ ഇതേ എല്ലാവരും മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചിയാമൂന് ഇതേ താത്ത ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇവിടെ പാത്തു മുത്തുത്താക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ മൈലാഞ്ചി ഇടാൻ വേണ്ടി നിന്നില്ല, കാരണം പിന്നെ ബേബിനെ എടുക്കാനും ഒക്കെ പണിയായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി ഒരു സൈഡിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതന്നെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ രാത്രി ഫുഡ് കഴിക്കാൻ റുവ ബേബിക്ക് ഈ ഒരു റൈസ് പിന്നെ അതിലേക്ക് ചിക്കനൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇത് ആദ്യം പള്ളിയിലൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു റൈസ്. അപ്പോൾ അത് ഇതേ റുവ ബേബിക്ക് കൊടുത്തോണ്ടിരിക്കണ്ട. അപ്പോൾ അവളിങ്ങനെ കഴിക്കണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവളെയും കൂടിയും അതിൽ കൈയൊക്കെ ഇടാൻ സമ്മതിക്കണം. അപ്പോൾ അവളും അതിൽ നിന്ന് ഇങ്ങനെ ചിക്കനൊക്കെ എടുത്ത് തിന്നണുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്ന് നമുക്ക് പൊറോട്ട, ബീഫ് കറി, പിന്നെ സാലഡൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ട് കാണാം. അങ്ങനെ ഈദ് ഡേ ആയി. ഈദ് ഡേൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുൻപായിട്ട് മോത്തി ഇതേ നല്ല അടിപൊളി സേമിയ പായസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ദോശയും ഈ ഒരു പായസവും കൂടിയിട്ടുള്ള ഒരു പുതിയ ഐറ്റം ട്രൈ ആക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പായസവും ബോളിയും കൂടിയിട്ടുള്ള കോമ്പിനേഷനൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ ദോശയും ഈ ഒരു സേമിയ പായസം വെച്ചിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാറുള്ളതാണ് ദോശയിൽ. അപ്പോൾ അതേപോലെ തന്നെ പായസം വെച്ച് കഴിക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉമ്മയും അങ്ങനെ തന്നെ ട്രൈ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ രാവിലെ തന്നെ അങ്ങനെ മധുരത്തിൽ കഴിക്കണ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ദോശയും ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കുളിച്ച് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇതേ ഐൻ ബേബി, റുവ ബേബി നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓരോരുത്തരായിട്ട് കാണിക്കുകയാണ്. ദേക്കു പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഇവർ 3 പേരും ഏകദേശം സെയിം കളറും ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് കളറായിട്ടാണ് വന്നത്. ഞാനാണ് ഫസ്റ്റ് ഡ്രസ്സ് എടുത്തത്, എന്നിട്ട് എനിക്ക് മാച്ച് ആക്കിയിട്ടാണ് അവർക്കൊക്കെ എടുക്കാൻ നോക്കിയത്. പക്ഷെ അവരൊക്കെ ഒരു ഇങ്ങനെ ക്രീം ഷെയ്ഡും ഞാനൊരു ബ്രൗൺ ഷെയ്ഡും ആയി പോയി ഫൈനലി വന്നപ്പോൾ. പിന്നെ ഇതേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ ഉമ്മ പെരുന്നാൾ കാശ് തരുന്നുണ്ട്, അപ്പോൾ എനിക്കും അങ്ങനെ കിട്ടി. ഇതാണ് ഉമ്മയുടെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടാ അപ്പായ. അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി താത്താടെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഓൾ സെറ്റായിട്ട് ഇനി നമ്മൾ നേരെ അവിടെ പോവാണ് കേട്ടോ. പോണ വഴിക്ക് നമുക്ക് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയാണ്. അപ്പം നമ്മളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. താത്താടെ അവിടെ എത്തി ഓരോരുത്തരായിട്ട് പെരുന്നാൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഉമ്മ അവിടെ എല്ലാവർക്കും കുട്ടീസിനും താത്താക്കൊക്കെ പെരുന്നാൾ കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളിയൻ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐൻ ബേബിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടാണ് അളിയനെ കൊണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇതേ ചിയാമു വീണ്ടും ചിയാമുൻ്റെ ക്യാമറ എടുത്തിട്ട് അതിൽ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇക്കും ഉമ്മയും കൂടിയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫോട്ടോഗ്രാഫർ ഇൻ ദ ടൗൺ.
അപ്പോൾ ഇനി ഫുഡൊക്കെ വിളമ്പാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കലാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയണത്. അപ്പോൾ അളിയനും താത്തയും കൂടിയിട്ട് ഇതേ ഒക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയണത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ പരിപാടികൾക്കും അളിയനാണ് ഇത് മിക്സാക്കലും പിന്നെ വിളമ്പലും പരിപാടിയൊക്കെ ചെയ്യൽ. അതേപോലെ തന്നെ അത് മിക്സാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വൈറ്റ് റൈസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, റുവ ബേബിക്കും പിന്നെ ചിയാമൂനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ മിക്സിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റുവാക്ക് ഞാൻ റൈസും പിന്നെ കുറച്ച് സാലഡും ചിക്കനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഇവിടെ ഫുഡ് സെറ്റാക്കുന്നുണ്ട്, ഓരോ പ്ലേറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളമ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും ഉച്ചക്കലത്തെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുമ്പോൾ താത്ത അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈദ് മുബാറക് എന്നൊക്കെ എഴുതിയിട്ട് നല്ലൊരു ഫ്രൂട്ട് കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഉമ്മാടെ മൂത്താപ്പാടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹനീഫ് മാമയും ഷെറഫ് മാമയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അങ്ങനെ കുറച്ച് ടൈമൊക്കെ അവിടെ സംസാരിച്ച് ഇരുന്ന് ഒക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. അപ്പോൾ ചായക്ക് ക്രോസൻറ്റും പിന്നെ അതുപോലെ കുറച്ച് പൊരിച്ച കടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. പിന്നെ അതേ റുവ ബേബി പുതിയതായിട്ട് പഠിച്ചതാണ് കേട്ടോ ഈ ഒരു പി ഊതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സൗണ്ട് വന്നപ്പോൾ. Oh my god! അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ടും അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ രാത്രിക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് KFC ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ KFCയും പിന്നെ ഉച്ചക്കലത്തെ നമ്മുടെ മട്ടൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ റുവ ബേബിക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണുണ്ട് അവൾ അവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ തലേന്നത്തെയും പെരുന്നാളിൻ്റെ അന്നത്തെയൊക്കെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.